ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ന് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. സർ, എല്ലാ ആശംസകളും സർ. സർ, ഈ ബിജെപി സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റു മുന്നണികൾ ഭയന്നു തുടങ്ങുന്നൊരു കാലഘട്ടത്താണ് താങ്കൾ ഈ നായകനായി അമരത്ത് അവരോധിക്കുന്നത്. ആ ഭയം കൂടുതൽ അവരെ വിറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് അങ്ങേക്കുള്ള പ്രതീക്ഷ എത്രത്തോളം? അതൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ക്ലിയറായിട്ട് ഞങ്ങളൊരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. ഞങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മലയാളി ആരാണെങ്കിലും ഞങ്ങൾക്കൊരു മാറ്റം, എല്ലാവർക്കും ഒരു മാറ്റം വേണം. ഈ നടക്കുന്ന ഒരു സ്ഥിതി ഒരു മാറ്റം കൊണ്ടുവരണം. കടം വാങ്ങിച്ച് ഒരു നടക്കാൻ പറ്റാത്തൊരു സർക്കാർ മാതിരി ഒരു സ്ഥിതി നമുക്ക് മാറ്റണം. ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ എല്ലാവർക്കും ഒരു പുരോഗതിയും വികസനത്തിനൊരു അവസരം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അധികാരത്തിൽ വരണം. ഒരു BJP NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും. അതാണ് ഞങ്ങളെല്ലാവരും ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ ഒരു മിഷൻ കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് ചെയ്യുന്നവരെ ഞാൻ പോവില്ല. അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അപ്പോഴും ഉയർത്തുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ സംഘടനാ രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യം അങ്ങേക്ക് അവകാശപ്പെടാനില്ല. ഈ കേരളമാണ് ഇടതു വലത് അധികാരികമാർക്കൊപ്പം, ആ താപ്പാനകൾക്കൊപ്പം എങ്ങനെ താങ്കൾക്ക് തന്ത്രങ്ങളും കരുക്കളും നീക്കി ഇനി ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എങ്ങനെ നേരിടാൻ? അത് നമുക്ക് കാണാം. ഇനി അടുത്ത ആഴ്ച എന്നോട് വന്നിട്ട് പറയൂ എന്താ എൻ്റെ സ്കോർ മാർക്ക്, എനിക്ക് മാർക്ക് കിട്ടിയോ, പാസ് മാർക്ക് കിട്ടിയോ, അതെല്ലാം നമുക്ക് പഠിച്ച് ഞാൻ മുമ്പോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്നോ അത് ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. എനിക്ക് 18 കൊല്ലം പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കർണാടകയിലും പുതുച്ചേരിയിലും ഡൽഹിയിലും UP-യിലെല്ലാം ഇലക്ഷൻ നടത്തിയതും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇത് ശരിയാണ്. കേരളയിൽ കുറേ സ്ഥലങ്ങളുണ്ട് എനിക്ക് ഇപ്പോഴും അത് പഠിക്കണം, മനസ്സിലാക്കണം. കുറേ എല്ലാം കേരളത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വരുന്ന കാലത്തിൽ മനസ്സിലാക്കും, പഠിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ എന്ത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അങ്ങേക്കുണ്ട്. അപ്പോൾ അതിവേഗത്തിലായിരിക്കും അല്ലേ മുന്നോട്ട് പോകുന്നത്? പിന്നെ അതിവേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നന്നായിട്ട് പണിയെടുക്കാൻ, അധ്വാനിക്കാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ പ്രവർത്തകരോട്, നിങ്ങൾ 100% അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അതായിരിക്കും ഞങ്ങളുടെ ഒരു ഗൈഡിങ് ഫിലോസഫി. ഈ അങ്ങയുടെ ഈ ടീമിൽ, രാജീവ് ചന്ദ്രശേഖർ ടീമിൽ ഒപ്പം തന്നെ ഈ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു, യുവനിരയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ടീം ഉണ്ടാവില്ല, ഒരു BJP ടീം ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ചേഞ്ചസ് എല്ലാം വരും, കുറച്ച് യൂത്ത് ഫേസസും, അതെല്ലാം അത് നോർമൽ ഒരു പ്രോസസ്സാണ്. ചിലർ സീനിയർ ആൾക്കാർ വേറെ റെസ്പോൺസിബിലിറ്റി എടുക്കും, ചില പുതിയ ആൾക്കാർ പുതിയ റെസ്പോൺസിബിലിറ്റി എടുക്കും. അതുകൊണ്ട് അത് എൻ്റെ ടീമായിട്ട് കണക്കരുത്. അത് ഒരു BJPൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ചിങ് ഒരു ഫേസ് ആയിരിക്കും. എല്ലാ ആശംസകളും സാർ. തീർച്ചയായും പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ തന്നെ BJP അതിവേഗം കുതിച്ചു പാഞ്ഞ് 2026 തന്നെയാണ് ലക്ഷ്യമിടുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ചന്ദ്രജോസിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.